എന്നെ പേർ ചൊല്ലി വിളിച്ചിടുവാൻ കൃപ തോന്നിയെന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എന്നാത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശ്രയേ, നീ ഒന്നു മാത്രമേ. സുഭാഷിതം. യെശയ്യാപ്രവചനം 43 അധ്യായത്തിന്റെ 1 വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. But now thus says the Lord who created you, O Jacob, and he who formed you, O Israel, fear not, and I have redeemed you, I have called you by your name, you are mine. ആരൊക്കെയാണ് നമ്മെ പേര് വിളിക്കാറുള്ളത്? ഒരു കുഞ്ഞ് ജനിക്കുന്നതിനു മുമ്പേ മാതാപിതാക്കൾ ആ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ചില സമൂഹങ്ങളിൽ പേരിടിയിൽ ഒരു ആഘോഷമാക്കി തീർക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നാം ചിന്തിക്കണം, നമ്മുടെ പേര് നാം ഇട്ടതല്ലല്ലോ, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരോ ആയിരിക്കും. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും നമ്മുടെ പേര് വിളിച്ചാൽ നാം തലയുയർത്തി നോക്കും. വീട്ടിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ കൂട്ടുകാരോ വിളിക്കുന്നത് പോലെയാണോ നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ മഹാനായ ഒരു വ്യക്തി ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങളുടെ പേര് വിളിക്കുന്നത്? നാം വായിച്ച വാക്യത്തിൽ നമ്മെ നിർമ്മിച്ച, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച നിത്യനായ, സർവശക്തിയുള്ള, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവമാണ് യാക്കോബിനെ വിളിച്ചിരിക്കുന്നത്. യാക്കോബും ഇസ്രയേലും ഒരേ വ്യക്തിയുടെ പേര് തന്നെയാണ്. യാക്കോബ് ദൈവവുമായിട്ട് മല്ല് പിടിച്ചപ്പോൾ ദൈവമിട്ട പേരാണ് ഇസ്രായേൽ. പിന്നീട് ഇസ്രായേൽ ഒരു ഗോത്രമായി, ജാതിയായി, ഇന്നും ഒരു രാഷ്ട്രമായി നിലകൊള്ളുന്നു. നാം വായിച്ച വാക്യത്തിൽ ദൈവം എന്താണ് ഇസ്രായേലിനോട് അരുളി ചെയ്യുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും പേർ വിളിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ നന്നായി അറിയുന്ന ദൈവം നിങ്ങളുടെ പേര് വിളിക്കുന്നു. ആ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മെ സൃഷ്ടിച്ചവനായ ദൈവമാണ് വിളിക്കുന്നത്. അതെ, പേർ ചൊല്ലി വിളിക്കുന്നു. പറയുന്നത് എന്താണെന്നോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മെ വീണ്ടെടുക്കുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അവിടുത്തെ വാക്കുകൾ കേൾക്കൂ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾ സാധുവായ ജീവികളാണ്. പലപ്പോഴും അവർ ഭയപ്പെട്ടു പോകുന്നു. നല്ല ഇടയന്റെ ശബ്ദം നാം തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. യോഹന്നാൻ 10:3 പറഞ്ഞിരിക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. വീണ്ടും 27 വാക്യത്തിൽ പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഒരാടെങ്കിലും നഷ്ടപ്പെട്ടാൽ, നശിച്ചു പോയാൽ ഇടയന് ദുഃഖമാണ്. കർത്താവ് 100 ആടുകളുടെ ഉപമ പറഞ്ഞത് നമുക്കറിയാമല്ലോ. 99 വിട്ടിട്ടാണ് നല്ല ഇടയൻ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകുന്നത്. കാരണം എന്താണെന്നോ? നീ എനിക്കുള്ളവൻ തന്നെ. ആ നല്ല ഇടയൻ പേർ ചൊല്ലി വിളിക്കുന്നു. ആ ശബ്ദം കേൾക്കാം, ആ ഇടയനെ അനുഗമിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. പലപ്പോഴും ആ ശബ്ദം കേൾക്കാതെ ഞങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാനും അനുസരിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത നിത്യജീവൻ പ്രാപിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. പരിശോധനകൾ, മനോവേദനകൾ, ഭയമേ
തരും